Okay, so good morning to all. Okay, again, today I am discussing about that is problems on transient heat conduction. Okay, നമ്മുടെ ട്രാൻസിയന്റ് ഹീറ്റ് കണ്ടക്ഷന്റെ പ്രോബ്ലംസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നോക്കാം. അതിന്റെ സിമ്പിൾ പ്രോബ്ലംസ് ആണ്, അത് കഴിഞ്ഞ ഒന്ന് രണ്ട് ലെങ്തിയർ പ്രോബ്ലംസ്, ഒരു മൂന്നാല് പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം എന്താ പറയുന്നത്. എ 50 സെന്റിമീറ്റർ ഇൻറ്റു 50 സെന്റിമീറ്റർ കോപ്പർ സ്ലാബ്. അപ്പൊ ആദ്യം നമുക്ക് മനസ്സിലായി ഇതെന്താണ്, കോപ്പർ സ്ലാബ് ആണ്. കോപ്പർ സ്ലാബ് എന്ന് പറഞ്ഞാൽ ഏകദേശം എന്താണ്, ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, 50 ഇൻറ്റു 50 കോപ്പർ സ്ലാബ് വിത്ത് എന്താണ് 6.25 mm തിക്നെസ്. 6.25 mm തിക്നെസ് നമുക്ക് കിട്ടി. എന്താണ് ഹാസ് എ. അപ്പോൾ യൂണിഫോം ടെമ്പറേച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു, യൂണിഫോം ടെമ്പറേച്ചർ ആണ് എത്രയാണ്, 300 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പൊ യൂണിഫോം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് ട്രാൻസിയന്റ് ഹീറ്റ് കണ്ടക്ഷൻ ആയിരിക്കും എന്നുള്ളത്. ട്രാൻസിയന്റ് ഹീറ്റ് കണ്ടക്ഷനിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, ടെമ്പറേച്ചർ യൂണിഫോം എന്നുള്ള കോൺസെപ്റ്റ് കറക്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് സഡൻലി ലോവേർഡ് ടു 36 ഡിഗ്രി സെൽഷ്യസ്. ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് സഡൻലി ലോവേർഡ് ടു എന്താണ് 36 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ഇത് അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈ ഓവർ ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ ആണ് എന്നുള്ളത് 36 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്, കാൽക്കുലേറ്റ് എന്താണ് ടൈം റിക്വയർഡ് ഫോർ ദ പ്ലേറ്റ് ടു റീച്ച് എന്താണ് ടെമ്പറേച്ചർ 108 ഡിഗ്രി സെൽഷ്യസ്. എന്താ കണ്ടുപിടിക്കാൻ പറയണേ, ടൈം ആണ് കണ്ടുപിടിക്കാൻ പറയണേ. ടൈം കണ്ടുപിടിക്കാൻ പറയണേ. എങ്ങനെയാണ് നമ്മുടെ ടെമ്പറേച്ചർ ഏതുവരെ എത്താൻ, 108 ഡിഗ്രി എത്താനായിട്ട് വേണ്ട ടെമ്പറേച്ചർ ആണ്, ടൈമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. 300 നിന്ന് 108 എത്താൻ വേണ്ട ടൈമാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ തന്നിട്ടുണ്ട്. എന്താണെന്നുള്ളത്, ഡെൻസിറ്റി തന്നിട്ടുണ്ട് 9000 kg/m³. അതുപോലെ തന്നെ സ്പെസിഫിക് ഹീറ്റ് സി എന്നുള്ളത് സ്പെസിഫിക് ഹീറ്റ് ആണ് 0.38 kJ/kg ഡിഗ്രി സെൽഷ്യസ്. കെ കണ്ടക്ടിവിറ്റി 370 W/m². എച്ച് എന്താണ് ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് 90 W/m² ഡിഗ്രി സെൽഷ്യസ്. നോക്കാം ഇനി എന്താ പറയണത്. നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളത് നോക്കാം. നമ്മളിപ്പോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു, എന്തിനെ എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് പറയാം. ഒന്ന്, നമുക്ക് മെയിൻ ആയിട്ട് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്കറിയാം ട്രാൻസിയന്റ് ഹീറ്റ് കണ്ടക്ഷൻ ആണ് പ്രോബ്ലം എങ്കിൽ കണ്ടുപിടിക്കേണ്ട ഒരു വലിയൊരു ഫാക്ടർ ആണ് എന്തെന്നുള്ളത്, ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് എൽ സി. അപ്പൊ എൽ സിയുടെ ഇക്വേഷൻ എന്താ, V/AS വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പൊ അത് രണ്ടും നമുക്ക് കണ്ടുപിടിക്കണ്ടേ. സോ വോളിയം ഓഫ് എ പ്ലേറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, പ്ലേറ്റിന്റെ വോളിയം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നോക്കാം, രണ്ടും നമുക്ക് കണ്ടുപിടിക്കാം. സർഫസ് ഏരിയ ഓഫ് പ്ലേറ്റ് എന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് ആണ്, ആ പ്ലേറ്റിന്റെ സർഫസ് ഏരിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. ഒരു പ്ലേറ്റ് ഉണ്ട് അല്ലെ, ഒരു പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിന് ഇങ്ങനെയാണ് നമുക്ക് പ്ലേറ്റ് വരിക. അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് തന്നിട്ടുണ്ട്. അതിന് എത്ര സൈഡ് ഉണ്ട്, 2 സൈഡ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ ടോട്ടൽ ക്രോസ് സെക്ഷണൽ അവിടെ നമുക്ക് വരുന്ന ഏരിയ എന്ന് പറയുമ്പോൾ എന്ത് വരും, 2 × L × B. അതാണ് 2 × 0.5 × 0.5 മീറ്റർ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 0.5 m², 2 സൈഡ് ഉള്ളത് കൊണ്ട്. അതുപോലെ തന്നെ വോളിയം ഓഫ് എ പ്ലേറ്റ്, ഒരു പ്ലേറ്റിന്റെ ഒരു സൈഡാണ് കൺസിഡർ ചെയ്യണമെങ്കിൽ എന്ത് മതി, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് മതി. വോളിയം ഓഫ് എ പ്ലേറ്റ് എന്ന് പറയുമ്പോഴോ അതെന്താ വരുന്നത് നോക്കാം. അവിടെ വരുന്നത് LBH ആണ്. എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ്. എച്ച് എന്ന് പറയുന്നത് അവിടെ തിക്നെസ് ആണ്. ഇവിടെ നമുക്ക് തിക്നെസ് തന്നിട്ടുള്ളത് എന്താ, യൂണിറ്റ് എന്താ, mm ആണ്. സോ നമുക്ക് അത് എന്തിലേക്ക് മാറ്റണം, മീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ എന്തായിട്ട് മാറി, 0.00625. ഈ യൂണിറ്റ് കൺവേർഷൻ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം തെറ്റി. മനസ്സിലായോ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഈക്വൽ ടു 0.5 × 0.5 × 0.00625. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 0.0015625 m³. അപ്പൊ നമുക്ക് 2 ടൈം നമുക്ക് കിട്ടി, വോളിയം കിട്ടി, ഏരിയ കിട്ടി. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കണ്ടുപിടിക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.0015625 ഡിവൈഡഡ് ബൈ എന്താണ് 0.5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് വന്നു, 0.003125 മീറ്റർ. 0.003125 മീറ്റർ കിട്ടിയല്ലോ. ഇതാണ് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ലെങ്ത് LC. അതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താ, ട്രാൻസിയന്റ് ഹീറ്റ് കണ്ടക്ഷൻ ആണെങ്കിൽ അടുത്ത് കണ്ടുപിടിക്കുന്നത് ബയോട്ട് നമ്പർ ആണ്.
ബയോട്ട് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ HLC/K. അപ്പൊ അവിടെ എന്തുണ്ട് LC നമുക്ക് വേണം. H90 ആണ്, LC നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, K 370 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 7.6 ഇൻറ്റു 10⁻⁴. 7.6 ഇൻറ്റു 10⁻⁴. ഇതിന്റെ പ്രത്യേകത എന്താ? ഈ 7.6 എന്ന് പറയുന്നത് എന്താ ഇൻറ്റു 10⁻⁴ എന്ന് പറഞ്ഞാൽ എന്താ 0.1 താഴെയാണ് അല്ലെ. ബയോട്ട് നമ്പർ എന്താണ് 0.1 താഴെയാണ്. അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാം? ലംപ്ഡ് കപ്പാസിറ്റൻസ് മെത്തേഡ് അല്ലെങ്കിൽ ലംപ്ഡ് പാരാമീറ്റർ സിസ്റ്റം എന്നുള്ളത് നമുക്ക് എടുക്കാം. അതെന്താവാം? കൂളിംഗ് ആവാം, ഹീറ്റിംഗ് ആവാം, ഏത് വേണമെങ്കിൽ ആവാം. മനസ്സിലായോ? അതില് ടെമ്പറേച്ചർ ആണ് പിടിക്കണ്ടേ. ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ ഡാറ്റ ബുക്ക് നോക്കി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ നമുക്ക് ഡാറ്റ ബുക്കിൽ നിന്ന് കിട്ടും. ഡാറ്റ ബുക്കിനകത്ത് ലംപ്ഡ് പാരാമീറ്റർ സിസ്റ്റത്തിനകത്ത് നമുക്ക് വരുന്ന ഇക്വേഷൻ ആണ് എന്ത് വരുന്നുണ്ടാവുക? T-TA ഡിവൈഡഡ് ബൈ എന്താണ് Ti-TA ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് H ഇൻറ്റു A ഇൻറ്റു HA ഡിവൈഡഡ് ബൈ റോ ഇൻറ്റു V ഇൻറ്റു C ഇൻറ്റു ടൗ. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് നമുക്ക് ടൗ ആണ്, നമുക്ക് ടൗ കണ്ടുപിടിക്കണം. നമുക്ക് എന്തൊക്കെ വാല്യൂസ്, നമുക്ക് എല്ലാ വാല്യൂം അറിയാമെന്നൊന്ന് നോക്കുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് ഈ ടൗ നമുക്ക് കണ്ടുപിടിക്കണം. ഈ ടൗ നമുക്ക് അവിടെ കണ്ടുപിടിക്കണം. നോക്കാം. ഇവിടെ നമുക്കറിയാം T നമ്മുടെ പറഞ്ഞത് 108 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. ഈ ടെമ്പറേച്ചറിൽ നിന്നാണ് നമുക്ക് 300 ഡിഗ്രിയാണ് നമ്മുടെ ടെമ്പറേച്ചർ. അപ്പൊ ഇനീഷ്യൽ ടെമ്പറേച്ചർ നമുക്കറിയാം അത് എത്രയാണ് 300 ഡിഗ്രിയാണ്. അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട്, ലോവേർഡ് എത്രയാ 36 ആണ്. ഇനി നമുക്ക് എന്താ പറഞ്ഞേക്കണേ? നമുക്ക് എത്തേണ്ട ടെമ്പറേച്ചർ ആണ് എന്നുള്ളത് 108. അതാണ് നമ്മുടെ T. കിട്ടിയോ? ഇനീഷ്യൽ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് 300, അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ നമുക്ക് തന്നിട്ടുണ്ട് 36. നമുക്ക് അറ്റൈൻ ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് എത്രയാണ് 108. അപ്പൊ T-TA ഡിവൈഡ് ബൈ Ti-TA. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 108 - 36 ഡിവൈഡഡ് ബൈ എന്താണ് 300 - 36. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ്. അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുമ്പോൾ കമ്പൽസറി ഈ വാല്യൂ ഇക്വേറ്റ് ചെയ്യുക. അതിനുശേഷം എക്സ്പോണൻഷ്യൽ എന്നുള്ളത് ഇട്ടിട്ട് തന്നെ നിങ്ങൾ ചെയ്യണം. മനസ്സിലായോ? എക്സ്പോണൻഷ്യൽ ഇ ടു ദ പവർ എന്നുള്ളത് തന്നെ ചെയ്യണം. ഇ ടു ദ പവർ ഓഫ് എന്താണ് മൈനസ് ഓഫ് H90 ആണ്, ഏരിയ 0.5 ആണ്, ഡെൻസിറ്റി 9000 ആണ്, വോള്യൂം 0.0015625 ആണ്, ഇൻറ്റു എന്താണ് സി സ്പെസിഫിക് ഹീറ്റ് തന്നിട്ടുണ്ട് 0.38 × 1000 ഉണ്ട്. അത് അവിടെ ഇക്വേറ്റ് ചെയ്തു. ഇൻറ്റു എന്താണ് ടൗ, കോമൺ ആയിട്ടുള്ളതാണ് ടൗ. ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ഇ ടു ദ പവർ ഓഫ് -0.00842 ടൗ. എത്ര വരുന്നത്? ഇ ടു ദ പവർ ഓഫ് -0.00842 ടൗ. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ നമുക്ക് കിട്ടി 0.2727. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഇ പവർ മൈനസ് 0.00842 ടൗ. ഓക്കെ, നമുക്ക് കിട്ടിയല്ലോ. ഇനി അപ്പൊ ഈ പവർ എന്നുള്ളത് മൈനസ് ആണ്, ഈ പവർ മൈനസ് ആണ്. ആ മൈനസ് നമ്മൾ അതിനെ റിമൂവ് ചെയ്യുവാണെങ്കിൽ അത് നമുക്ക് അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇ പവർ -1 അല്ലെങ്കിൽ നമുക്കറിയാം നമുക്ക് എക്സ് പവർ -1 എന്ന് പറഞ്ഞാൽ എന്താ 1/x ആണ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 1 ഡിവൈഡഡ് ബൈ ഇ പവർ 0.00842 ടൗ എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് കിട്ടിയല്ലോ. സോ അഗെയിൻ നമുക്കറിയാം ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ്? അപ്പൊ നമ്മൾ ഇതിന് 1 പവർ ഇത് എഴുതി അല്ലെ, ഈ പവർ പോയിന്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോ എങ്ങനെയാണ്? ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോ ഈ പവർ 0.00842 ടൗ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയായി 1 ഡിവൈഡഡ് ബൈ 0.2727 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് 3.667 ആണ്. 3.667 ആണ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ എന്താണ് ഈ പവർ നമ്മൾ മാറ്റുവാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? രണ്ടിന് നമ്മൾ ഈ പവറിൽ ln കൊണ്ട് നമ്മൾ ഈ പവർ മാറ്റുവാണ്. അപ്പൊ നമുക്ക് എന്ത് വന്നു? പോയിന്റ് എന്താണ് 0.00842 ടൗ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായിട്ട് മാറി? ln നാച്ചുറൽ ലോഗ് ഓഫ് എന്തായിട്ട് മാറി? 3.667 ആയിട്ട് മാറി. നാച്ചുറൽ ലോഗ് ഓഫ് 3.667 ആയിട്ട് മാറി. ഇപ്പൊ ഈ ln 3.667 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.2994 ആണ്. സോ നമുക്ക് ഇതിനകത്ത് എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാം? ടൗവിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ടൗ ഈക്വൽ ടു എത്രയാണ്? 1.2994 ഡിവൈഡഡ് ബൈ എത്രയാണ്? 0.00842. 0.00842 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 154.32. എത്രയാണ് ടൈം? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 154.32 സെക്കൻഡ്സ്. ഇത് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കാം.
അപ്പൊ ഇനി ഇപ്പൊ ഇത് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിവ്യൂ ചെയ്യുക. ഒറ്റ ഇക്വേഷൻ നമുക്ക് അറിയേണ്ടത് എന്താണ്? ടി മൈനസ് ടി എ ഡിവൈഡഡ് ബൈ ടി ഐ മൈനസ് ടി എ ദറ്റ് ഇസ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് എച്ച് എ ഡിവൈഡഡ് ബൈ റോ വി സി ഇൻടു ടൗ. ഓക്കെ, ഇത് നമുക്ക് അറിയണമെങ്കിൽ, ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താവണം? ബയോട്ട് നമ്പർ ലെസ് ദാൻ 0.1 ആയിരിക്കണം. അപ്പൊ അത് ചെക്ക് ചെയ്യുക. ബയോട്ട് നമ്പർ ഈക്വൽ ടു എന്താണ്? എച്ച് എൽ സി ബൈ കെ. അപ്പൊ എൽ സി കണ്ടുപിടിക്കണം. എൽ സി ഈക്വൽ ടു എന്താണ്? വി ബൈ എ, വോളിയം ഡിവൈഡഡ് ബൈ ഏരിയ. അപ്പൊ അത് കണ്ടുപിടിക്കണം. ബയോട്ട് നമ്പർ ചെക്ക് ചെയ്യുക. അപ്പൊ അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ടി ഐ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ടെമ്പറേച്ചർ, ടി എ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചർ, ടി എന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റൈൻ ചെയ്യുന്ന ടെമ്പറേച്ചർ, ടൗ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ടൈം ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? ബാക്കി എല്ലാ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമ്മൾ ആ വാല്യൂ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി പ്രോബ്ലം ആണ്.